Good evening, Your Excellency, Dr. C.V. Ananda Bose, Governor of West Bengal. ഇന്നത്തെ ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം പത്മശ്രീ ചെറുവയൽ രാമേട്ടൻ, ശ്രീ കൃഷ്ണകുമാർ, ഒലീവിയയുടെ സ്ഥാപകനും ഒലീവിയ ഫൗണ്ടേഷൻ്റെ CMD-യും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അനുജനുമൊക്കെ ആയിട്ടുള്ള കൃഷ്ണകുമാർ, ശ്രീ VR രവീന്ദ്രനാഥ്, നബാർഡ് CGM, ഫോർമർ CGM, ശ്രീ അജിത് കുമാർ വർമ്മ, CEO ഓഫ് ഒലീവിയ ഫൗണ്ടേഷൻ, പ്രിയപ്പെട്ട ഒലീവിയ കുടുംബാംഗങ്ങളെ, ഒലീവിയയുടെ അഭ്യുദയകാംക്ഷികളായിട്ട് അതിഥികളായിട്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ശ്രീ കൃഷ്ണകുമാർ എന്നെ നിർബന്ധപൂർവം ക്ഷണിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരണം എന്ന് തീരുമാനിച്ചതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, എനിക്കിത് നഷ്ടപ്പെട്ട ഒരു അവസരം തിരിച്ചു കിട്ടിയ വേദിയായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മൾക്ക് ഏവർക്കും സമാദരണീയനായ ഗവർണർ ആനന്ദ ബോസ് സാറ് ഇസാഫ് ബാങ്കിൻ്റെ 7th ഫൗണ്ടേഷൻ ഡേയിൽ തൃശ്ശൂരിൽ വരാമെന്ന് എഗ്രി ചെയ്തിരുന്നു. അവസാന നിമിഷം അത് മാറ്റിവെക്കപ്പെട്ടു. എന്നാൽ ഞങ്ങൾക്കൊരു ഓൺലൈൻ ലഭിച്ച മെസ്സേജ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇന്ന് ഈ ചടങ്ങിൽ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുവാനായിട്ട് ശ്രീ കൃഷ്ണകുമാർ ഒരുക്കി തന്ന അവസരത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. കേരളം ഭാരതത്തിന് സമ്മാനിച്ച വലിയ ഒരു ബഹുമുഖ പ്രതിഭയാണ് നമുക്ക് പ്രിയങ്കരനായിട്ടുള്ള നമ്മളുടെ ഗവർണർ. അദ്ദേഹം സാഹിത്യകാരനാണ്, അദ്ദേഹം മികച്ച പ്രതിഭാശാലിയായിട്ടുള്ള ഭരണകർത്താവാണ്, അദ്ദേഹം വലിയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ നേരിട്ട് കേൾക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ യൂട്യൂബിൽ കേൾക്കുന്ന വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മെസ്സേജസാണ്. നമുക്കേവർക്കും പ്രത്യേകിച്ച് സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒലീവിയ ഫൗണ്ടേഷൻ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും വളരെ പ്രചോദനകരമായിരിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒലീവിയ ഫൗണ്ടേഷൻ സേവനം കൊടുക്കുന്നതായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടതായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടി തൻ്റെ ഔദ്യോഗിക കർമ്മ മേഖല ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ C.V. ആനന്ദ ബോസ്. ഭവന നിർമ്മാണ മേഖലയിൽ, സ്ത്രീ ശാക്തീകരണ രംഗത്ത്, ടൂറിസം മേഖലയിൽ ഒക്കെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല പദ്ധതികൾക്കും അതിന് മാതൃകയാക്കിയത് അല്ലെങ്കിൽ അതിന് നിദാനമായിട്ട് തീർന്നത് അദ്ദേഹം കൊല്ലം കലക്ടറായിരുന്നപ്പോൾ ചെയ്ത പല പരിഷ്കാരങ്ങളും ഇന്നൊവേഷൻസുമാണ് എന്നുള്ളതിൽ മലയാളികൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. താങ്ക് യു സാർ ഫോർ യുവർ ഇന്നൊവേഷൻസ്. സാറ് തീർച്ചയായിട്ടും തുടർന്നും ഇന്ത്യ രാജ്യത്തെ ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് കേരളത്തിലെ ചെറുപ്പക്കാരെ, പുതുതലമുറയെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കട്ടെ. അതിന് അദ്ദേഹത്തിന് സർവേശ്വരൻ ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാരണം ശ്രീ കൃഷ്ണകുമാർ തന്നെയാണ്. ഇസാഫിൽ അദ്ദേഹം ഞാൻ ഇസാഫിൽ കൂടെ പ്രവർത്തിച്ച എല്ലാവരും ഇസാഫിൽ നിന്ന് പോയി കഴിഞ്ഞാലും അവരെല്ലാം ഇസാഫിയൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇസാഫിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, ഇസാഫിൽ കണ്ടറിഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ തൻ്റേതായിട്ടുള്ള രീതിയിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, സാമ്പത്തിക സേവന രംഗത്ത് ഒക്കെ മികച്ച പ്രവർത്തനം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇന്നും കർഷകരെ, ഇന്ത്യ രാജ്യത്തെ കൃഷിക്കാരെ, നമ്മൾക്ക് അന്നദാതാക്കളായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ ആദരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തേതായിട്ടുള്ള ഞാനിവിടെ പങ്കെടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ശ്രീ ചെറുവയൽ, ഇന്നത്തെ അവാർഡ് ജേതാവായിട്ടുള്ള പത്മശ്രീ ചെറുവയൽ രാമേട്ടൻ. ഞാനൊരു കാർഷിക സർവകലാശാലയിൽ ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ നടന്നപ്പോൾ അമ്പലവയലിൽ, വയനാട് ജില്ലയിലെ അമ്പലവയലിൽ വെച്ച് 2018 ശ്രീ ചെറുവയൽ രാമേട്ടനെ ആദരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുന്നു. നമ്മൾക്ക് ഇന്നത്തെ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും കേട്ടിട്ട് പോലും ഇല്ലാത്തതായിട്ടുള്ള പല നെൽവിത്തിനങ്ങളും അത് കണ്ടെത്തി, അത് സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി ഏകദേശം 60ഓളം അന്യം നിന്നു പോയതായിട്ടുള്ള നെല്ലിനങ്ങൾ, തദ്ദേശീയമായിട്ടുള്ള നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതായിട്ടുള്ള വലിയ മഹത്തായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ശ്രീ രാമേട്ടൻ
സ്വന്തമായിട്ട് തൻ്റെ വലിയ മറ്റ് സപ്പോർട്ടുകളൊന്നുമില്ലാതെ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്. തീർച്ചയായിട്ടും തൃശ്ശൂരിൽ അദ്ദേഹത്തെ ആദരിക്കുവാനായിട്ട്, അദ്ദേഹത്തിനെ ഓണർ ചെയ്യുവാനായിട്ട് ഒലിവിയ ഫൗണ്ടേഷൻ എടുത്ത തീരുമാനത്തെ പ്രത്യേകമായിട്ട് ഒലിവിയ കൃഷ്ണകുമാറിനെയും ശ്രീ വർമ്മയും എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കൂടുതൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സർവേശ്വരന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇന്ന് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് വലിയൊരു ആഗോള പ്രശ്നമാണ്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 144 കോടി വരുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവരെ നാം പൂവിട്ട് പൂജിക്കേണ്ടവർ തന്നെയാണ്. കാരണം പണമുണ്ടായതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് കഴിയുകയില്ല. ഭക്ഷണം നമുക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള നമ്മളുടെ ഫുഡ് ഫാക്ടറീസ് ആയിട്ടുള്ള നമ്മളുടെ കർഷകരെ പലപ്പോഴും കുഞ്ഞുങ്ങൾ ഇന്നത്തെ തലമുറകളൊക്കെ പുതിയ തലമുറയൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഫാക്ടറികളിലാണ് എന്നുള്ളതാണ്, ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകളിലാണ് എന്നുള്ളതാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. എന്നാൽ നമ്മൾ യഥാർത്ഥമായിട്ട് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ, അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സേവനങ്ങളും ആദരവും കൊടുക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ കർത്തവ്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു കാര്യമാണ് ഒലിവിയ ഫൗണ്ടേഷൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒലിവിയ ഫൗണ്ടേഷൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എൻ്റെ ശ്രീ കൃഷ്ണകുമാറിലൂടെയും അതുപോലെ തന്നെ ഇവിടെ കാണിച്ച ഓഡിയോ വിഷ്വലിലൂടെയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അവരേറ്റെടുത്തിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തന മേഖലകളും എല്ലാ പ്രോജക്റ്റുകളും ഒന്നിനൊന്ന് വളരെ ഇന്ത്യ രാജ്യത്തിന് ആവശ്യമുള്ള മേഖലകളാണ്. ആ രംഗത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രീ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒലിവിയ ഫൗണ്ടേഷനും അതിൻ്റെ ടീം അംഗങ്ങൾക്കും കഴിയട്ടെ. കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളോടൊപ്പം നിൽക്കുവാനായിട്ട്, അവരുടെ സർവ്വതോന്മുഖമായിട്ടുള്ള മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുവാനായിട്ട്, മാർഗദർശിയാകുവാനായിട്ട് ഫൗണ്ടേഷന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ഭാവുകങ്ങളും ഈ പ്രസ്ഥാനത്തിന് ഒലിവിയ ഫൗണ്ടേഷനും അതിൻ്റെ പ്രവർത്തകർക്കും ശ്രീ കൃഷ്ണകുമാറിനും നേർന്നുകൊണ്ട് എൻ്റെ തീർച്ചയായിട്ടും ഇസാഫിൽ ലഭിച്ചതായിട്ടുള്ള അനുഭവ സമ്പത്ത് തന്നെ ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ വളരെ നന്നായിട്ടത് പ്രയോജനപ്പെടുത്തുന്നു എന്ന് കാണുന്നതിലുള്ള എൻ്റെ സന്തോഷം ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.